പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഡൽഹിയിലേക്ക് പോകുന്ന മേയർ അടക്കമുള്ള കൗൺസിലർമാർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തമ്പാനൂർ എയർപോർട്ടിൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് എത്തിയത്. കരമന ജയൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൗൺസിലർമാരും ഒപ്പം തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് പിന്തുണ നൽകുന്നതിനായി നിരവധി പേരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആവേശോജ്വലമായ സ്വീകരണമാണ് ഇവർക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഈ ട്രെയിൻ കടന്നു പോകുന്ന എല്ലായിടങ്ങളിലും ഇതുപോലെ തന്നെ കൗൺസിലർമാരെയും മെമ്പർമാരെയും ഒക്കെ സ്വീകരിക്കുവാൻ നിരവധി പേർ കാത്തു നിൽക്കും. ആ ഒരു സന്തോഷ നിമിഷങ്ങൾക്കാണ് ഇനി കാത്തു നിൽക്കുന്നത്. ഭാരതത്തിലെ മറ്റ് ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്തുള്ള ചരിത്ര നിമിഷങ്ങൾക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം തന്നെ ആശംസ അറിയിക്കാനെത്തിയ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമൊക്കെയായി സംസാരിക്കുന്നുണ്ട്. മേയറെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടമാണ്. ഇടതു വലത് കോട്ടകൾ തകർത്തുകൊണ്ടാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയത്തോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആ ഒരു വിജയത്തിന് ഏറെ മാധുര്യം പകരുന്നതാണ്, ഇരട്ടി സന്തോഷം നൽകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവും എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മേയറിൻ്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ചോദിക്കാമെന്നുള്ളതാണ്. ആ സന്തോഷ നിമിഷത്തിന് പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ പോകും. പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ പോകും. അതെ 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 തീർച്ചയായിട്ടും അത് മാത്രവുമല്ല, അവിടെ നിരവധി കേന്ദ്രമന്ത്രിമാർ ഉണ്ട്. പാർലമെൻറ്റ് സമ്മേളനമായതുകൊണ്ട് അവരൊക്കെ തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ തന്നെ കണ്ടിട്ട് പരമാവധി തിരുവനന്തപുരം കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ നേടിയെടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് പാർലമെൻറ്റ് രംഗത്ത് നമുക്ക് ഒരു പരിചയപ്പെടലൊക്കെ ഉണ്ടല്ലോ, പുതിയ ആൾക്കാരൊക്കെ ഇല്ല, അതിനകത്ത് അവിടെ നിൽക്കാം, അവിടെ എത്തിയ പദ്ധതി. തീർച്ചയായും അത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. പാർലമെൻറ്റ് നടക്കുന്ന സമയമായതിനാൽ തന്നെ കേന്ദ്രമന്ത്രിമാരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. കൃത്യമായിട്ട് ഈ യാത്ര കടന്നു പോകുന്ന എല്ലാ ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ ജയിച്ചവരെ, ഭരണാധികാരികളെ, ജയിച്ച ജനപ്രതിനിധികളെയൊക്കെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള സ്വീകരണമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ്. നിരവധി പേർ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇവരുടെ ഒരു യാത്ര തുടങ്ങുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആ അഭിവാദ്യം അർപ്പിക്കുവാനും ആ സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട്. 112 പേരടങ്ങുന്ന സംഘമാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഈ അങ്ങോട്ടേക്ക് ക്ഷണം ലഭിച്ചതിന് ശേഷം തന്നെ ഇവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മുടങ്ങാതെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചിട്ടപ്പെടുത്തി ഒക്കെ അതിനുശേഷം തന്നെയാണ് ഈ യാത്രയ്ക്ക് പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊരാൾക്കും, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിലടക്കം നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സ്വീകരണം ഒരു കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ ഒരു മെമ്പർമാർക്കോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അസുലഭ മുഹൂർത്തത്തിന് പ്രധാനമന്ത്രിക്കൊപ്പം ആ ഒരു സ്വീകരണം പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ BJPയുടെ കൗൺസിലർമാർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെയാണ്. അതുമാത്രമല്ല, വിവിധ കൗൺസിലർമാർ, കേരളത്തിലെ തന്നെ വിവിധ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യാത്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിലുണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ നടപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രാരംഭഘട്ടമായി ആരംഭിച്ചിട്ടുള്ള നടപടികൾ ഇനി കേരളത്തിന് എന്താണ് മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകളുമൊക്കെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിനാൽ തന്നെ അത് വലിയ തരത്തിലുള്ളൊരു ആത്മവിശ്വാസം തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ലഭിക്കുന്ന ഈ ഒരു അവസരം, അത് ഇവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. ഒപ്പം തന്നെ ഇരട്ടി സന്തോഷവും ഒക്കെയാണ്. ഇന്നിപ്പോൾ ട്രെയിനിൽ പുറപ്പെടുന്നു. അവർ 11-ാം തീയതി ആയിരിക്കും എത്തുക. അന്ന് കേന്ദ്ര സഹമന്ത്രിയുമായി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തും. അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ആയിരിക്കും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കുമായി പ്രത്യേകം സമയങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള, ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയൊക്കെ തന്നെയാകും എന്തായാലും ഉണ്ടാവുക. ഗൗതം. വീണ, എന്തായാലും ഐതിഹാസികമായ ഒരു യാത്രയ്ക്ക് കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ BJPയുടെ കൗൺസിലർമാർ തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും തൊഴിൽ തേടിയും പഠനത്തിനായൊക്കെ ലക്ഷക്കണക്കിന് മലയാളികൾ വർഷങ്ങളായി യാത്ര ചെയ്യുന്ന സാധാരണക്കാരൻ്റെ ട്രെയിനായിട്ടുള്ള കേരള എക്സ്പ്രസ്സിലാണ് മേയർ VV രാജേഷ് അടങ്ങുന്ന ആ ടീം യാത്ര ചെയ്യാൻ പോകുന്നത്. വീണ, ഈ കേരള എക്സ്പ്രസ്സിലെ യാത്ര എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, 2 രാത്രിയും 1 പകലും നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഏതാണ്ട് 10 സംസ്ഥാനങ്ങൾ, കേരളം കൂടാതെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന വഴി ന്യൂഡൽഹി, അങ്ങനെ 10 സംസ്ഥാനങ്ങൾ കടന്നുള്ള ഈ യാത്രയിൽ
വളരെ പ്രൗഢോജ്വലമായ സ്വീകരണങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ സ്വീകരണം ഇവരെ തേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചരിത്രയാത്രയാണ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണ്ടേ? യെസ്, ഗോകുൽ രമേശ് കൂടി ഈ യാത്രയുടെ ഭാഗമാകുകയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 50 മണിക്കൂർ ഉള്ള ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ട്രെയിൻ യാത്രയിൽ ഈ കൗൺസിലർമാർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശുമുണ്ട്. ഗോകുൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? എപ്പോഴാണ് ഈ യാത്ര ആരംഭിക്കുന്നത്? പറയൂ. ഗൗതം, ഈ കൗൺസിലർമാരൊക്കെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരള എക്സ്പ്രസ്സിന് തൊട്ട് സമീപത്തേക്ക് വി രാജേഷ് മേയർ അടക്കമുള്ള കൗൺസിലർമാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ അല്പസമയത്തിനകം തന്നെ ട്രെയിനുള്ളിലേക്ക് കയറും. 12:15 കേരള എക്സ്പ്രസ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നുണ്ടാവുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കൗൺസിലർമാർ അവരെല്ലാവരും തന്നെ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും രാജ്യ തലസ്ഥാനത്തേക്കുള്ള യാത്ര പുറപ്പെടുവാനായിട്ട് അല്പസമയം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരത് ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ BJP പ്രസിഡന്റുമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഈ യാത്രയിൽ ഭാഗമാകുവാനായിട്ട് അവസരമുണ്ട്. അവരും വരുന്ന ഈ യാത്രയിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും 100ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. BJPയുടെ ഐതിഹാസികമായിട്ടുള്ള ആ വിജയത്തിന് ശേഷം ആ വിജയത്തെ ആദരിക്കുവാനായിട്ട് രാജ്യ തലസ്ഥാനത്തേക്ക് അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തായാലും അവർ ആ യാത്ര പുറപ്പെടുകയാണ്. അഭിമാന യാത്രയാണ്. കാരണം വഴിനീളെ ഈ യാത്രയ്ക്ക് സ്വീകരണമുണ്ടാകും. പല സംസ്ഥാനങ്ങളിലും BJP അല്ലെങ്കിൽ ഈ ഐതിഹാസിക വിജയം കരസ്ഥമാക്കിയിട്ടുള്ള BJP നേതാക്കളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകർ ഉണ്ടാകും. എന്തായാലും വി രാജേഷിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കുവാനാണ് തോന്നുന്നത്. അദ്ദേഹം സംസാരിക്കുകയാണ്. ഗൗതം, ഗൗതം, അല്പസമയത്തിനകം തന്നെ മേയറുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. എന്തായാലും ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെയാണ്. എല്ലാവരും ട്രെയിനിൽ കയറുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അല്പസമയത്തിനകം ആ യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, മേയറുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഈ സംഘത്തെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ മുതിർന്ന നേതാക്കളടക്കം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ തിരുവനന്തപുരത്തെ സംഘത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വളരെ ആഘോഷപൂർവ്വമായിട്ട് ആവേശപൂർവ്വമായിട്ട് തന്നെ ഈ യാത്ര ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്തായാലും എല്ലാ കൗൺസിലർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 12:15 കേരള എക്സ്പ്രസ് ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. എല്ലാ ജില്ലകളിലും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തടക്കം ഈ യാത്രയ്ക്ക് വലിയ സ്വീകരണങ്ങൾ BJP പ്രവർത്തകർ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നു പോകുന്ന പല സംസ്ഥാനങ്ങളിലും പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഈ BJP സംഘത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകും. കാരണം കേരളത്തിന് പുറത്ത് BJPയുടെ ഈ തിരുവനന്തപുരത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു പലയിടങ്ങളിലേക്കും ഉണ്ടായിട്ടുള്ള വിജയങ്ങൾ അത് കേരളത്തിന് പുറത്തുള്ള BJP പ്രവർത്തകർക്കും വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ പകരുന്നതാണ്. കാരണം അവർ പോലും BJPയുടെ ഈ വലിയ വിജയം കേരളത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്വീകരണം തന്നെയായിരിക്കും ഈ യാത്രയ്ക്ക് അങ്ങ് ഡൽഹി വരെ ഉടനീളം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് ഈ സംഘത്തെ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയോടൊപ്പം വിരുന്നടക്കം ഈ സംഘത്തിന് ഉണ്ടാകും. എന്തായാലും 2 ദിവസം നീളുന്ന യാത്ര ട്രെയിനിലുണ്ടാകും. അതിനുശേഷം 11-ന് സംഘം രാജ്യ തലസ്ഥാനത്ത് എത്തിച്ചേരും. അതിനുശേഷം 12-ാം തീയതിയായിരിക്കും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക. പ്രധാനമായിട്ടും തിരുവനന്തപുരത്തെ അടക്കം കോർപ്പറേഷൻ പരിധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപക്ഷ കൗൺസിലർമാരും മറ്റ് BJP ഭരിക്കുന്നതും പ്രതിപക്ഷത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളും പ്രതിപക്ഷ നേതാക്കന്മാരുമൊക്കെ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി ഇന്ന് യാത്ര തിരിക്കുകയാണ്.
പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ക്ഷണപ്രകാരമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഡൽഹിയിൽ എത്തി, കേരള എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഡൽഹിയിൽ എത്തിയ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ വസതിയിൽ 12-ാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട്. BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് മന്ദിരത്തിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്ര 50 കൗൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം, സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ജി, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൗൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള, ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാരാണ്, എന്നാൽ ഡൽഹിയിൽ പാർലമെൻ്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെൻ്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ട്രെയിനിൽ യാത്ര തിരിക്കാൻ പോവുകയാണ്. വളരെ ശുഭകരമായിട്ടുള്ള നിലപാടുകൾ ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോവുകയാണ്. കേരളത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസനം, പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയുടെ സർവ്വതോമുഖമായിട്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും BJP കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ നിരവധി ചർച്ചകളും കാര്യങ്ങളും നടക്കും. അത് ശുഭകരമാകണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിക്കുക. അനന്തപുരിയിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുക. ഇവരുടെ യാത്ര നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള ഈ യാത്ര ശുഭകരമാകട്ടെ എന്ന് മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹപ്രകാരം നടക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S. സുരേഷിനെ ക്ഷണിക്കുകയാണ്. ഇതിലെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഒരു യാത്രയാണ്. തിരുവനന്തപുരത്തുനിന്ന് മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അതോടൊപ്പം തന്നെ 50 കൗൺസിലർമാരുമുണ്ട്. കേരളത്തിലെ 30 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ചില പഞ്ചായത്തുകളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരുണ്ട്. അങ്ങനെ 119 പേരുടെ ഒരു സംഘമാണ് ഇന്ന് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ കേരളത്തിലെ ജനപ്രതിനിധികൾ ഈ ട്രെയിനിലേക്ക് കയറും. ഈ ട്രെയിനിൽ കയറുന്ന ആൾക്കാർക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകും. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ മുതൽ 8 സംസ്ഥാനങ്ങളിൽ ഈ സംഘത്തിന് സ്വീകരണം നൽകും. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഈ സംഘത്തിന് നേതൃത്വം നൽകും, സ്വീകരണം നൽകും. ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും അടങ്ങുന്ന ഈ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു അപൂർവമായിട്ടുള്ള ബഹുമതിയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. അദ്ദേഹം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനതയ്ക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നൽകുന്ന ഡിന്നറും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് കാണാനുള്ള അവസരവും മന്ത്രിമാരെ കാണാനുള്ള അവസരവും. അതിന് പ്രത്യേക നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കേരളത്തിലെ BJPക്ക് വേണ്ടി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
തിരുവനന്തപുരത്ത് വിജയിച്ച BJP കൗൺസിലർമാർ ഇതാ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരൻ ഡൽഹിയിലേക്ക് കാലവും യാത്ര ചെയ്യുന്ന കേരള എക്സ്പ്രസിലാണ് BJP കൗൺസിലർമാർ യാത്ര ചെയ്യുന്നത്. 12-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ 7 ലോക്ക് കല്യാൺ മാർഗിൽ ഈ ഐതിഹാസികമായ വിജയം നേടിയ BJP കൗൺസിലർമാർക്ക് വിരുന്ന് നൽകുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലും ചെറിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ അവിടെ നടക്കുന്നുണ്ട്. ഡൽഹിയിലെ BJP കേരള സെൽ ഉൾപ്പെടെയുള്ള സംഘടനകളും ഇവർക്ക് സ്വീകരണം ഒരുക്കും. ഒപ്പം വളരെ ശ്രദ്ധേയമായ ഒന്ന് നമുക്കറിയാം, കേരള എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്നത് MS വീണയും ഗോകുൽ രമേശും അവിടെ നിന്നും ചേരുകയാണ്. വീണ പ്രൗഢോജ്വലമായ യാത്രയയപ്പാണ് തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഈ BJPയുടെ ജനപ്രതിനിധികൾക്ക് നൽകുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം യാത്രയാക്കാനായി എത്തിയിരുന്നു. ഇനി നമുക്കറിയാം, കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കോയമ്പത്തൂർ ഉൾപ്പെടെ, ഹൈദരാബാദ് ഉൾപ്പെടെ, നാഗ്പൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഉജ്ജ്വലമായ സ്വീകരണമാകും വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ജനപ്രതിനിധികളെ കാത്തിരിക്കുന്നത്? പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. കേരള എക്സ്പ്രസ് കടന്നു പോകുന്ന ഓരോ സംസ്ഥാനങ്ങളിലും കൗൺസിലർമാർക്ക് മെമ്പർമാർക്കൊക്കെ ലഭിക്കുക എന്നുള്ളതാണ്. ആ ചരിത്ര വിജയത്തിനും കൗൺസിലർമാർക്ക് മെമ്പർമാർക്കുമൊക്കെ ലഭിക്കുക എന്നുള്ളതാണ് ആ ചരിത്ര വിജയത്തിനും. ഒപ്പം തന്നെ ആ വിജയിച്ചു കയറിയ ജനപ്രതിനിധികൾക്കും അത് ഇരട്ടി ആവേശം പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ തമ്പാനൂരിലെ കേരള എക്സ്പ്രസ് ഈ ട്രെയിനിൽ യാത്ര തിരിക്കാൻ പോകുന്നത്. 50 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയാണ്. ആ യാത്രയിൽ ഓരോ നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നാടിന് വേണ്ട വികസനങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു ചർച്ചയുണ്ടാകും. ആദ്യ ദിവസം കൂടിക്കാഴ്ച നടത്തുക ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയുമായിട്ടായിരിക്കും. അതിനുശേഷമാകുമ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക. മണിക്കൂറുകളോളം ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ ജനപ്രതിനിധിയെ സംബന്ധിച്ച് വാർഡ് തലത്തിൽ ഒരു ജനപ്രാതിനിധ്യ സംവിധാനം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ പോലും കണ്ട് സംസാരിച്ച് അവർക്ക് ഇരട്ടി ആത്മവിശ്വാസം നൽകുന്നതിനായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സ്വീകരണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയമാണ് നേടിയത് തിരുവനന്തപുരത്ത്. ആ കോർപ്പറേഷൻ പിടിച്ചടക്കിയ ആ ഉജ്ജ്വല വിജയം നേടിയ ഇവർക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ഇരട്ടിയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. അവർ യാത്ര പറഞ്ഞുകൊണ്ട്, തലസ്ഥാന നഗരിക്ക് യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഡൽഹിയിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിനാണ് തിരുവനന്തപുരം നഗരം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും യാത്ര പറഞ്ഞുകൊണ്ട് അവർ മടങ്ങുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഇവർക്ക് ആ ഒരു യാത്രയ്ക്ക് ആശംസകൾ നേരുവാനും ഒപ്പം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുമൊക്കെ നിരവധി പേർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി ആത്മവിശ്വാസം നൽകുന്ന കാര്യം കൂടി. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒരു ചരിത്ര യാത്രയ്ക്ക് BJPയുടെ ജനപ്രതിനിധികൾ ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്ട് 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര അങ്ങ് രാജ്യതലസ്ഥാനത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുവാനുള്ള ഐതിഹാസികമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കേരള എക്സ്പ്രസ് ട്രെയിൻ ഇതാ തമ്പാനൂരിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ കരമന ജയൻ തുടങ്ങി BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം യാത്രയയക്കുവാനായി എത്തിയിരുന്നു. MS വീണയും ഗോകുലും ചേരുന്നുണ്ട്. വീണ, ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാം, കേരള എക്സ്പ്രസ് ട്രെയിൻ തമ്പാനൂരിനോട് യാത്ര പറഞ്ഞ് അങ്ങ് രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. എത്ര കൗൺസിലർമാരാണ് ഇപ്പോൾ ഈ യാത്രയുടെ ഭാഗമാകുന്നത്? ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ വലിയ സ്വീകരണങ്ങൾ ഒരുക്കും? ഒപ്പം ഡൽഹിയിലെ പരിപാടിയെ കൂടി പറ്റി പറയൂ വീണ. തീർച്ചയായും ഗൗതം, ആ ഒരു സന്തോഷ നിമിഷം ആ ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കൗൺസിലർമാരെയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യാത്രയിലുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ. ഒപ്പം തന്നെ MR ഗോപൻ വിട്ടുനിൽക്കുകയാണ്. കൗൺസിലർ തൻ്റെ അമ്മയ്ക്ക് അതിഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ യാത്ര പോകാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. അക്കാര്യം കേന്ദ്രത്തെയും അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ താൻ യാത്രയിൽ നിന്ന്
വിട്ടുനിൽക്കുന്നതെന്ന് അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിജയിച്ച BJPയുടെ ജനപ്രതിനിധികൾ ഈ ഒരു യാത്രയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം മാത്രമല്ല, ഇടതു വലത് കോട്ടകളെ തകർത്തുകൊണ്ടാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തോടുകൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി അവർ അധികാരത്തിലേക്ക് ഏറിയത്. അപ്പോൾ അധികാരത്തിലേറിയവരെ സ്വീകരണം നൽകുകയാണ് ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ എന്നുള്ളതാണ്. ആ സ്വീകരണത്തിന് ഇരട്ടി മധുരം നൽകുന്നതാകട്ടെ ഇനി വരുന്ന നാളുകളിൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന, തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ച കാണും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുമായി നേരിട്ട് അക്കാര്യങ്ങൾ സംവദിക്കുവാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൗൺസിലർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ താഴെ തട്ടിൽ തന്നെ ഏറ്റവും ഉയർന്ന ഇരിക്കുന്ന പ്രധാനമന്ത്രിയോട് തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ കിട്ടുന്ന അവസരം, അത് ഓരോ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, ഈ വിജയിച്ചു കയറിയ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആത്മവിശ്വാസം അത് ഇരട്ടിയാണ്. ഇനി അത് മാത്രമല്ല, അവിടെ എത്തുമ്പോൾ, ഡൽഹിയിൽ എത്തുന്നതിന് മുന്നോടിയായി തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്ന 50 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയാണ്. ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് വൻ സ്വീകരണമാകും നൽകുക. എന്തായാലും തിരുവനന്തപുരത്ത് BJP നേടിയ ഐതിഹാസികമായ വിജയം, ഒപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ BJP നടത്തിയ മിന്നുന്ന പ്രകടനം, അത് BJPയുടെ ദേശീയ നേതൃത്വം കൃത്യമായിട്ട് തന്നെ അതിനെ നിരീക്ഷിക്കുകയാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP വളരെ നിർണായകമായ ചില പോരാട്ടങ്ങൾ കേരളത്തിൽ കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ വിജയിച്ച കൗൺസിലർമാരെ എല്ലാം ഡൽഹിയിലേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിളിച്ച് അവർക്ക് ഒരു അത്താഴ വിരുന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ നൽകുകയാണ്. അതിനായിട്ടാണ് ഇപ്പോൾ BJPയുടെ കൗൺസിലർമാർ കേരള എക്സ്പ്രസിൽ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ആ കേരള എക്സ്പ്രസിൽ കൗൺസിലർമാർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശും പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേഷനുകളിലും BJP പ്രവർത്തകർ നൽകുന്ന ഉജ്ജ്വലമായ സ്വീകരണം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. വീണയാണ് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നും ചേർന്നത്.